യുക്തിവാദിയും എഴുത്തുകാരനുമായ ഗോവിന്ദ് പൻസാരയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മരിച്ച നിലയിൽ സമീർ ഗെയ്ക്വാദിനെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹൃദയാഘാതമെന്ന് സംശയം. വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ഈ കേസിൽ 2017 ജാമ്യം ലഭിച്ചതു മുതൽ വസതിയിൽ അദ്ദേഹം കഴിയുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ ഈ ഹൃദയാഘാതമാണ് കാരണമെന്നതിൽ ഒരു സ്ഥിരീകരണമായിട്ടുണ്ടോ? കൃഷിന് ആ കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വരേണ്ടതുണ്ട്. ഡോക്ടർമാർ അതിനുവേണ്ടി കാക്കുന്നു എന്നതാണ് അറിയുന്നത്. അദ്ദേഹത്തെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തി പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നതാണ് വിവരം. ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ അദ്ദേഹത്തിന് മരണവും സംഭവിച്ചിരുന്നു. സമീർ ഗെയ്ക്വാദ് എന്ന 55-കാരനാണ് മരിച്ചത്. ഇയാൾ ഗോവിന്ദ് പൻസാരെ വധക്കേസിൽ ആകെ 12 പ്രതികളാണുള്ളത്. അതിൽ 10 പേരെ പോലീസ് പിടികൂടിയിരുന്നു. അതിൽ ഗൂഢാലോചനയിൽ ഭാഗമായിട്ടുള്ള പ്രധാന പ്രതികളിൽ ഒരാൾ ആണ് എന്ന് നേരത്തെ പ്രത്യേക അന്വേഷണ സംഘവും പിന്നീട് കേസ് അന്വേഷിച്ച ATS കണ്ടെത്തിയിട്ടുള്ള ആളാണ് സമീർ ഗെയ്ക്വാദ്. നമുക്കറിയാം, ഈ കേസ് 2015 സംഭവിക്കുന്നത്. കോലാപ്പൂരിൽ അന്ന് പ്രഭാത നടത്തത്തിന് പോയി മടങ്ങി വരുന്നതിനിടെയാണ് ഗോവിന്ദ് പൻസാരയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമയും മടങ്ങി വരുന്നതിനിടെയാണ് 2 പേർ ബൈക്കിലെത്തി തുരുതുരെ അദ്ദേഹത്തിന് നേരെ വെടിവെക്കുന്നത്. പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഗോവിന്ദ് പൻസാരെ മരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ദുരാചാരങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും ഒക്കെ നിലപാടെടുത്തിട്ടുള്ള യുക്തിവാദി നേതാവ് കൂടിയാണ്. അങ്ങനെയുള്ള ഒരാളെ വധിക്കാൻ വേണ്ടി സനാതൻ സംസ്ഥ എന്ന ഒരു തീവ്ര ഹിന്ദു സംഘടന തീരുമാനിക്കുകയും അവർ നടപ്പാക്കിയ ഒരു കൊലപാതകം എന്നതാണ് ATS കണ്ടെത്തിയത്. പക്ഷേ അന്വേഷണം വലിയ രീതിയിൽ മുന്നോട്ട് പോകാതായതോടെയാണ് പൻസാരയുടെ കുടുംബം ഹൈക്കോടതി സമീപിക്കുകയും പിന്നീട് ATS തീവ്രവാദ വിരുദ്ധ സേന തന്നെ ഈ കേസ് അന്വേഷിക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും അന്ന് അറസ്റ്റിലായ പ്രതികളിൽ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ പ്രതികളിൽ ഒരാളാണ് ഈ സമീർ. പിന്നീട് അന്ന് ഫെബ്രുവരി മാസത്തിലാണ് 2015 ഫെബ്രുവരി മാസത്തിലാണ് കൊലപാതകം നടക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ സമീർ അറസ്റ്റിലാവുന്നു. പിന്നീട് 2 വർഷത്തിന് ശേഷം ഇയാൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. ക്രിസ്റ്റീന, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.